സ്വാഗതം. ഇന്ന് എന്ത് പറ്റി? കൂടെയൊക്കെ തൊട്ട് സാരിയൊക്കെ എടുത്ത് സുന്ദരിമണിയായിട്ട് നിൽക്കണ്ടില്ല. ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പം കുളിക്ക് നേരത്തെ കുളിച്ചെന്ന്, അല്ലെങ്കിൽ ഉച്ചയാവും കുളിക്കുമ്പോൾ രാവിലെ കുളിച്ചു. ഓക്കെ, അപ്പം എന്താ സ്പെഷ്യല്? ഇന്ന് മത്തങ്ങയും പയറും കൂടി ഓലനാ? ചളിശ്ശേരി ഉണ്ടാക്കുക. ഓല ഉണ്ടാക്കും. നമ്മളത് മുളപ്പിക്കാൻ വെച്ച് മുളച്ചില്ല പയറ്, ഇന്നലെ ഇട്ടതാ. അപ്പൊ ഇതിന് നാളികേരം വേണ്ട, നാളികേരം അരയ്ക്കും വേണം, നാളികേരപ്പാല ഒന്നും വേണ്ട. സിമ്പിൾ ഒരു പ്രകൃതിക്ക് അറിയാത്. ഓക്കെ, അപ്പൊ അതിലേക്ക് വേണ്ടത് പയറ്, പിന്നെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ടല്ലോ എടുത്തിട്ടുണ്ട്. പിന്നെ എരി കുറവുള്ള അവർ 4 മിളക് എടുത്തിട്ടുണ്ട്. മിളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2 മതി. എരില്ലാത്ത 4 എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് സിമ്പിളാണ്, പെട്ടെന്നാവും, ഒരു പണിയില്ല ഇതിന്. അപ്പോൾ തലേദിവസം കുതിർത്ത് വെച്ച പയറാണത്. ഇത് കഴുകി വെച്ചിട്ടാണ്. ഇനി ഇതിലേക്കിട്ട് വേവിക്കുക. പിന്നെ ഈ കഷ്ണം നോക്കുക, ഇത് വെന്ത് കഴിഞ്ഞാൽ അതിലിടുക. അത്രേ വേണ്ടോ. പക്ഷേ ഗുരുവായൂരമ്പലത്തിലേക്ക് ഉണ്ടാവില്ലേ, ഉത്സവമൊക്കെ ആകുമ്പോൾ ആ സീസണിലൊക്കെ കിട്ടില്ലേ മത്തങ്ങയും പയറും കൂടി ഓലൻ. അതാ എരിവില്ലാത്തത്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സംഭവം അത്. ഇതപ്പോൾ നമ്മൾ കത്തിക്കാണ്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചില്ലല്ലോ. 1 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പിടുക. ഇതിന് മഞ്ഞപ്പൊടി ഇടില്ല ശരിക്കും പറഞ്ഞാൽ, ഒരു നുള്ളിന് ഇടേണ്ടത് മാത്രം. മഞ്ഞപ്പൊടി ഇടാണ്ടോ പറ്റും. ഇതൊക്കെ വേവട്ടെ. നമ്മളിപ്പോൾ ഈ വേവിക്കാൻ വെച്ചേക്ക് 4 മുളക് എടുത്തിടാല്ല, അത് നമ്മളിങ്ങനെ നടുവിനെ കീറിയിട്ട് ഇടുകയാണ് കേട്ടാ. ഇങ്ങനെ രീതിയിൽ വേണ്ട, ഇങ്ങനെ വേണം നോക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഉടയണ്ട, പയറ് മാത്രം ഉടഞ്ഞാൽ മതി, മത്തങ്ങ ഉടയണ്ട. ഇങ്ങനെ വേണം പരിയ. ഇങ്ങനെ വേണം അരിയ. പയറ് ഇത് വെന്തു കണ്ട, പയറ് വെന്തെന്ന് ഉടഞ്ഞാലും കുഴപ്പമില്ല. പയറ് വെന്തതിന് ഇതിലേക്ക് നമ്മൾ മത്തങ്ങ ഇടുക. ഇങ്ങനെയാണ് അരിഞ്ഞോണത് കേട്ടാ. മത്തങ്ങ പെട്ടെന്ന് വരും. ഇങ്ങനെ വേണം. ഇത് വെന്തു. ഹായ്, നല്ല മണമുണ്ടല്ലോ. മത്തങ്ങ വെന്തു. ഉടയ്ക്കണ്ട, ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ കിടക്കും. ഇത് ചിലർക്ക് നല്ല ഇഷ്ടമുള്ള കറിയത്. എനിക്കിഷ്ടാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇത് ഓഫാക്കിയിട്ടാണ്. ഇത് വെളിച്ചെണ്ണ തല്ലി ഒഴിക്കണം. ഓഫായിട്ട് വയ്ക്കുന്നത് കണ്ടോ. എന്നാലും അതിനൊരു നമ്മളൊരു എത്ര 2 സ്പൂൺ 2 സ്പൂൺ വെച്ചിട്ടോ ഫ്ലേവർ വരും. ഇത് നമുക്ക് അച്ഛൻ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. അച്ഛൻ ജോലിക്ക് പോയെടുക്കാണേ, അച്ഛൻ വന്നിട്ട് ടേസ്റ്റ് ചെയ്യണം. എന്നെ വിളിച്ച വീഡിയോ എടുക്കാൻ എന്തിട്ടുണ്ടാക്കണ കഴിഞ്ഞില്ലേ? മുരിങ്ങക്കായ ഇന്നടു 4 കഷ്ണം. അപ്പൊ അതൊന്ന് സൂപ്പ് ഉണ്ടാക്കാൻ വെച്ചിട്ട് അച്ഛൻ 2 ദിവസം പറയണം. അപ്പൊ ഈ ഏത് സൂപ്പ് പച്ചക്കറി ഉണ്ടാക്കുകയും തക്കാളി വേണം. അപ്പൊ ഇന്ന് മുരിങ്ങക്കായ വെച്ചിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുക. അന്ന് കുറെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, വെണ്ടക്കായ ഉള്ള നമുക്ക് കിട്ടണത് ഏതൊക്കെയാ അതൊക്കെ ഇടാം. ഇന്ന് മുരിങ്ങക്കായാണ്, പുളിക്കാണ് തക്കാളി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കീറിയിട്ട് പെട്ടെന്നാവും. കുക്കറിൽ വിസിലടിക്കാണ് വേണ്ടത്. മുരിങ്ങക്കായും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, കുരുമുളക് ചതച്ചത്, മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രമേ വേണ്ട. നമ്മൾ മുറിച്ചിട്ട് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പില്ലേ, അത് പെട്ടെന്ന് വെന്തിട്ട് വെള്ളത്തിൽ അരിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നത്. അല്ലെങ്കിൽ പിന്നെ നന്നായി ഉടയ്ക്കണ്ടേ. ഇനി തക്കാളി പുളിയുടെ അനുസരിച്ച് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായി 5-6 വിസിലടിച്ചിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് ഞരടിയിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാം. അത്ര വേണ്ട. അപ്പം നമുക്കിത് വിസിലടിക്കാൻ വെക്കാം. നമ്മൾ മുരിങ്ങക്കായും തക്കാളിയും കുക്കറിലേക്ക് കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കുറച്ച് ആവശ്യമായ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിടണ്ട, കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ടാക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് വേപ്പിൻ്റെ ഇല, അതുപോലെ കുരുമുളക് ചതച്ചത്. നമുക്ക് എത്ര ഗ്ലാസ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പൊ എത്ര ഗ്ലാസ്? ഇവിടെ നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കഷ്ണം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം അല്ലേ. പിന്നെ 5-6 വിസിലടിക്കുമ്പോൾ നന്നായി ഉടയത്.
എന്നിട്ട് നമ്മൾ ഞെരടാണ് വേണ്ടത്. അന്ന് ചൂടാറിയിട്ട് കൈ കൊണ്ട് ഇതാക്കിയാൽ മതി. എന്നിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാം. അരിച്ചിട്ടും കുഴപ്പമില്ല. അരിക്കുന്നവരുണ്ട് മുരിങ്ങക്കായല്ലേ, അപ്പൊ ഇന്നിങ്ങനെ നാലായിട്ട് നിൽക്കുമല്ലോ, തൊണ്ടയിലിരിക്കേണ്ട വെച്ചിട്ടാണ് അരിക്കണമെന്ന്. വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫാക്കി വെച്ചു. ആവി പോയി തുടങ്ങി. നോക്കി നോക്കാൻ നമുക്ക്. പിന്നെ സത്തം കുറേ ഇതിൽ സത്തം കണ്ട ഇറങ്ങിയിട്ടില്ലേ, അല്ല വെന്ത് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് വെച്ചിട്ട് ഇത് ചൂടാറുമ്പോൾ കൈ കൊണ്ടൊന്ന് ഞരണ്ടിട്ട് ബാക്കിയുള്ള സത്തും കൂടി ഒഴിക്കാം. അത് നല്ലത്. ഇനി ഒന്ന് ചൂടാറില്ല, നേരെ ഇടണം അല്ലേ? അത് ഇറങ്ങിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. ഓലനും സൂപ്പും കൂടി ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. ജോലി കഴിഞ്ഞ് വന്നോട്ടാ. അപ്പൊ കറികൾ ടേസ്റ്റ് ചെയ്യല്ലേ. ഇന്ന് എന്തിട്ട് വെച്ചാൽ ഓലൻ, മത്തങ്ങി പയർ ഓലൻ, പിന്നെ ഇത് വെണ്ടക്കായ അല്ല മുരിങ്ങക്കായും തക്കാളി സൂപ്പ്. എന്ത് സാരി ഒന്നാം തീയതി അതിന്റെ വലിയ സാരി എന്തായാലും ഇത് ഓല നമ്മളങ്ങനെ പോവാന്ന് സാരി എടുത്തിട്ട്. പിന്നെ വേറെ കറികളുണ്ട് കേട്ടാ. ഇതേ ഈ ഓല ഒത്തിരി കൂടി ലൂസായിരുന്നു. ഈ ചട്ടിയിൽ തന്നെ വെച്ച കാരണം കട്ടി. എങ്ങനെയുണ്ട്? ഇത് ഗുരുവാരമ്പലത്തിൽ ഓലം കിട്ടാറുണ്ട്. അതുപോലെ അതിന്റെ ടേസ്റ്റ് ഉണ്ട് കിട്ടാം. സൂപ്പ് ഒന്ന് കുടിച്ചു നോക്കിയേ. അമ്മ കഴിക്കണ്ട എങ്ങനെയുണ്ടെന്നാ? സൂപ്പറാണോ? ഇത് എരിവിൽ നല്ല കൂട്ടി ചോറിനാ. നല്ല സൂപ്പ്. ശരിക്കും നമ്മള് ചോറിനുമ്പോ ചൂടുള്ള വെള്ളമാണ് കഴിക്കുന്നത്. തണുത്ത വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി പറയും? തീയിലേക്ക് വെള്ളം ഒഴിച്ച പോലെയാവും. അപ്പോൾ നമ്മുടെ ദഹനം പ്രക്രിയ അതോടെ നിൽക്കും. ഒരു കാരണവശാലത്തിനുള്ള ഒന്നുമില്ല, തണുത്ത വെള്ളം കുടിക്കുക, ഒന്നുമില്ലെങ്കിൽ ഭക്ഷണത്തിന് നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണശേഷം പിന്നെ കുടിക്കാം. മോര് കുടിക്കുക. വെള്ളം ഒഴിവാക്കിയിട്ട് മോര് കുടിക്കുക. ബെറ്റർ കഞ്ഞിവെള്ളം ചൂടിൽ. അതുപോലെ ജ്യൂസ്. കഞ്ഞിവെള്ളത്തിൽ നമുക്ക് സൂപ്പ്. കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ഈ പച്ചക്കറി അരിഞ്ഞാണ്ടി വേസ്റ്റിലിട്ട് സൂപ്പായിട്ട് ഉപയോഗിക്കാം. വേറെ കറികളുണ്ട് കേട്ടോ. ഇന്ന് വേറെ കറികളുണ്ട്. പിന്നെ പയർ കുറച്ച് കൂടിപ്പോയി. ഇതെന്താ? ബീൻസ് തോരൻ. ഇത് ബീൻസ് തോരൻ. പയറ് കുറച്ച് കൂടിപ്പോയിപ്പോ പയർ കുറച്ച് ഉപ്പേരിച്ചു. എല്ലാവരും തടയുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പ് കുടിച്ചാ സൂപ്പ് അടിപൊളി. അപ്പോൾ അടുത്ത ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.